നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ലെറ്ററിട് എടാ, എന്താണെന്ന് നോക്കിയേ. സ്പെയിൻ, അത് കഴിഞ്ഞിട്ട് പൊളിയാടെ ബ്രസീൽ, അത് കഴിഞ്ഞിട്ട് അർജൻറ്റീന, അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ റൊണാൾഡോ ചേട്ടൻ്റെ അല്ല നമ്മുടെ ക്രിസ്ത്യാനോയുടെ പോർച്ചുഗലിൻ്റെ ഫ്ലാഗാണിത്. ഇത് പറയണ്ടല്ലോ. ഫ്രാൻസ് എംബാപ്പേ, ഇത് നോർവേ. ഇപ്പോൾ നോർവേ, ഫ്രാൻസ്, പോർച്ചുഗൽ, അർജൻറ്റീന, ബ്രസീൽ, സ്പെയിൻ. ഓക്കെ, അപ്പോൾ ഇതിലെയൊക്കെ മെയിനായ കഥാപാത്രങ്ങളെയൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മെയിൻ ആൾക്കാരെയൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് നിൽക്കുക, ഞാനിപ്പോൾ എല്ലാവരെയും പറഞ്ഞുതരാം. സ്പെയിനിലെ ലീഡറിൻ്റെ പേരാണ് ലാമിൻ യമാൽ. ആ കൊച്ചാർക്കം ഫൈനൽ വരെ എത്തി. ഇനി എന്ത് ചെയ്യുമോ ആവോ. ബ്രസീൽ ആദ്യം തന്നെ ഔട്ടായി. ബ്രസീലിൽ ആരാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ സ്വന്തം നെയ്മർ. ഇവിടെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന തന്നെ. അർജൻറ്റീനയിൽ മെസ്സി, ആങ്കർ മെസ്സി. ഇവിടെ പോർച്ചുഗലിൽ റൊണാൾഡോയുടെ അത് ഇത് പിള്ളേരോട് ചോദിച്ചാൽ പോലും മനസ്സിലാവും. പിന്നെ ഫ്രാൻസ് എംബാപ്പയാണ്. പിന്നെ നോർവേ ഹാളൻഡാണ്. പിന്നെ നമ്മുടെ വേറെ പരിപാടിയൊക്കെ കാണാൻ എൻ്റെ അല്ലേ രസം. എല്ലാ ഫ്ലാഗും കൂടെ ഇങ്ങനെ സൂര്യൻ ഇതാകുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ എൻ്റെ രസമല്ലേ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് കാണുന്ന എല്ലാ ഫ്ലാഗും ഈ സൂര്യൻ ഉദിക്കുമ്പോൾ ഇങ്ങനെ ആവുന്ന. ഇവിടെ ഒരു സാധനം പണി വെക്കണം ഇരുന്ന് കാണാനുള്ള. എന്നിട്ട് അതിലെ കൂടെ ഇങ്ങനെ അങ്ങ് നോക്കണം എല്ലാ ഫ്ലാഗുകളും. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. അതെ, ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ. എന്നാലും നിങ്ങളിതൊന്ന് നോക്കുക ഗൈസ്. മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 5 ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 5. ഓക്കെ, എന്തായാലും ഇത് പൊളിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ മണ്ട ഇരുന്നൊന്ന് നോക്കാം. അതത്ര ക്വാളിറ്റി ഇല്ല. ഇനി ഇവിടെ നിന്നൊന്ന് നോക്കിയാൽ എൻ്റെ മോനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ ഒരു വൈബ് കാണിച്ചു തരാം. ഈ കേക്ക് ഷോപ്പിൻ്റെ മണ്ടയിൽ നിന്നാണ് എല്ലാ ഫ്ലാഗും നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റും. ഒരു മറവും ഇല്ല, ഒരു ചതവും ഇല്ല. എന്തിന് അതിൻ്റെ മണ്ടയിൽ നിന്ന് നമുക്ക് എന്തോന്ന് ഇവിടെ ലാൻഡിങ്. ഭാഗ്യം. ഇനി ഇവിടെ നിന്നങ്ങ് നോക്കണം എല്ലാ ഫ്ലാഗും. ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ ഫ്ലാഗും കാണാൻ പറ്റുന്നില്ല. നോർവേയുടെ ഇച്ച് സൈഡുണ്ട്, ഫ്രാൻസിൻ്റെ ഫുള്ളുണ്ട്, പിന്നെ പോർച്ചുഗൽ ഫുള്ളുണ്ട്, അർജൻറ്റീന നല്ലോണം ഉണ്ട്, ബ്രസീലിൽ നല്ലോണം ഉണ്ട്, ഫ്രാൻസ് ഇച്ചിരി ഉണ്ടെന്ന്. നോർവേയുടെ ഒരു തുമ്പടി മാത്രമേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഇന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് നോക്കാം. ഇവിടെ ഇന്ന് നോക്കുമ്പോൾ അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഇത് സ്പെയിൻ, ഇത് ബ്രസീൽ, ഇത് അർജൻറ്റീന, ഇത് പോർച്ചുഗൽ, ഇത് ഫ്രാൻസ്, ഇത് നോർവേ. ഇത് ഞാൻ പറക്കാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്ന. ആക്ച്വലി അത് ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയതാണ്. ബിഗ് സിസ്റ്റർ ഉണ്ടാക്കിയ സാധനമാണ്. ആക്ച്വലി അമ്മേ
അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ പോവാണോ അതോ ഇവിടെ നിൽക്കുന്ന? ഞാൻ രാത്രി 12 മണിക്കാ വീഡിയോ എടുക്കുന്ന, ആരും അറിയുന്നില്ല ഞാൻ ഇങ്ങനെ കിടന്ന് വീഡിയോ എടുക്കുന്ന. അമ്മേ പോടാ മേളോട്ട്. വേണ്ട അമ്മ. ഇതെന്താ ഇങ്ങനെ? ഇതെന്താണ് കളിക്കുന്നത്? അങ്ങനെ തന്നെ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ക്യാമ്പിംഗ് സ്പോട്ടിലാണ്. ഇവിടെയാണ് ഞങ്ങൾ എല്ലാവരും ക്യാമ്പ് ചെയ്യുന്നത്. അപ്പം വീണു ഓൾറെഡി. See the champion, the shoes on the floor, and the floor. Every loser, innovation. ഞാൻ പോണ എനിക്ക് ഇങ്ങനെ പോണ്ടായി, നമുക്ക് ഇങ്ങനെ പോവാം. റോക്കറ്റ് എന്തിയേ? എനിക്കിവിടെ നില്ല്. റോക്കറ്റ് കൈ പിടിക്കട്ടെ. റോക്കറ്റ് കൈ പിടിച്ച് ഇനി നല്ലോണം പോവാം. റോക്കറ്റ് കൈ പിടിച്ച് ഞാനിതവിടെ എത്തിയ. ഞാനിതെന്താ ഈ കളിക്കുന്ന? പോ. നല്ല സ്പീഡിൽ പോകാൻ പറ്റും റോക്കറ്റ് ഉണ്ടെങ്കിൽ. പോയി. ഇനി പോ. എന്ത് സ്പീഡിലാണ് പോകുന്നതെന്ന് നോക്കി. നമുക്ക് പോർച്ചുഗലിൻ്റെ മണ്ട ലാൻഡ് ചെയ്താലോ? പോർച്ചുഗലിൻ്റെ മണ്ടയിൽ ലാൻഡ് ചെയ്തു. റെഡി നിൽക്ക്. ഇവിടെ നിന്ന് ഇത് കൊള്ളാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ 3, 2, 1